കേരള കഫേ UK ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UK-യിലും യൂറോപ്പിലുമായി ഇന്ന് നടന്ന സംഭവ വികാസങ്ങൾ എന്തെന്ന് നമുക്ക് നോക്കാം. ഋഷി സുനകിന്റെ പിൻഗാമിയാകാനുള്ള പ്രീതി പട്ടേലിന്റെ മോഹത്തിന് തിരിച്ചടി. 14 വോട്ടുകൾ മാത്രം നേടി ആദ്യ റൗണ്ടിൽ പുറത്ത്. കൺസർവേറ്റീവ് പാർട്ടിയുടെ ലീഡർ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായി ഇന്ത്യൻ വംശജയായ പ്രീതി പട്ടേൽ. മുൻ ഹോം സെക്രട്ടറിയും പാർട്ടിയിലെ മുതിർന്ന ഏഷ്യൻ മുഖവുമായ പ്രീതി പട്ടേലിന് MP-മാർക്കിടയിൽ നടത്തിയ വോട്ടെടുപ്പിന്റെ ആദ്യ റൗണ്ടിൽ കേവലം 14 വോട്ടുകൾ മാത്രമേ നേടാനായുള്ളൂ. ഏറ്റവും കുറഞ്ഞ വോട്ട് ലഭിച്ച പ്രീതി പട്ടേൽ ഇതോടെ മത്സരത്തിൽ നിന്നും പുറത്തായി. മുൻ ഇമിഗ്രേഷൻ മിനിസ്റ്റർ റോബർട്ട് ജെനറിക്കാണ് MP-മാർക്കിടയിൽ നടന്ന ആദ്യ റൗണ്ട് വോട്ടെടുപ്പിൽ ഏറ്റവും അധികം പിന്തുണ ലഭിച്ചത്. 28 പേരാണ് റോബർട്ടിന് അനുകൂലമായി വോട്ട് ചെയ്തത്. 22 പേരുടെ വോട്ട് നേടിയ കെമി ബെഡ്നോച്ച് 2ാം സ്ഥാനത്തും 21 വോട്ട് നേടിയ ജെയിംസ് ക്ലെവർലി 3ാം സ്ഥാനത്തും 17 വോട്ടുകൾ നേടിയ ടോം ടിഗിൻടാഗ് 4ാം സ്ഥാനത്തും 16 വോട്ടുകൾ നേടിയ മെൽസ്റ്റഡ് 5ാം സ്ഥാനത്തുമാണിപ്പോൾ. വരും ദിവസങ്ങളിൽ MP-മാർക്കിടയിൽ വീണ്ടും വോട്ടെടുപ്പ് തുടരും. കുറഞ്ഞ വോട്ടുകൾ ലഭിക്കുന്നയാൾ ഓരോ റൗണ്ടിലും പുറത്തായി. ഒടുവിൽ അവശേഷിക്കുന്ന 2 പേർ തമ്മിലാകും പാർട്ടി അംഗങ്ങൾക്കിടയിലെ മത്സരം. അടുത്ത ചൊവ്വാഴ്ചയാണ് MP-മാർക്കിടയിലെ 2ാം വോട്ടെടുപ്പ്. സെപ്റ്റംബർ അവസാനം പാർട്ടിയുടെ നാഷണൽ കോൺഫറൻസ് നടക്കുന്നതിന് മുമ്പ് ഈ വോട്ടെടുപ്പുകൾ പൂർത്തിയാകും. അവസാനം അവശേഷിക്കുന്ന 2 സ്ഥാനാർത്ഥികൾക്കും പാർട്ടി കോൺഫറൻസിനെ അഭിസംബോധന ചെയ്ത് തങ്ങളുടെ നയപരിപാടികൾ വിശദീകരിക്കാൻ അവസരം ലഭിക്കും. വാർത്തകൾ കാണുന്നതോടൊപ്പം തന്നെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. റെഡ്ഡിച്ചിൽ മരിച്ച അനിൽ ചെറിയൻ സോണിയ ദമ്പതികൾക്ക് റെഡ്ഡിച്ചിൽ തന്നെ അന്ത്യവിശ്രമം ഒരുങ്ങും. പൊതുദർശനവും സംസ്കാരവും സെപ്റ്റംബർ 14 നടത്തും. ഉച്ചയ്ക്ക് 12 മണിയോടെ അവർ ലേഡി ഓഫ് മൗണ്ട് കാർമൽ RC ചർച്ചിൽ ആരംഭിക്കുന്ന പൊതുദർശനത്തിനും ശുശ്രൂഷകൾക്കും ശേഷം റെഡ്ഡിച്ച് ബറോ സെമിത്തേരിയിലായിരിക്കും സംസ്കാരം. ചടങ്ങുകൾക്ക് ഫാദർ സാബി മാത്യു കാർമ്മികത്വം വഹിക്കും. ഒക്ടോബർ 18 സോണിയ അനിലിന്റെ ആകസ്മിക വിയോഗം. കാലിലെ ശസ്ത്രക്രിയക്കായി നാട്ടിൽ പോയി മടങ്ങിയെത്തിയ സോണിയ എയർപോർട്ടിൽ നിന്നും വീട്ടിലെത്തി 1 മണിക്കൂർ പോലും തികയുന്നതിനിടെ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. ഭർത്താവ് അനിലിന്റെ കയ്യിലേക്ക് കുഴഞ്ഞു വീണാണ് സോണിയ ജീവൻ വെടിഞ്ഞത്. 2 കുട്ടികളെയും തന്നെയും തനിച്ചാക്കിയുള്ള സോണിയയുടെ വിയോഗം താങ്ങാനാകാതെ അനിൽ പിറ്റേന്ന് രാത്രി ജീവനൊടുക്കുകയായിരുന്നു. റെഡ്ഡിച്ചിലെ അലക്സാണ്ടർ ആശുപത്രിയിലെ നഴ്സായിരുന്നു സോണിയ. വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിൽ ജീവിതത്തിൽ ഒരുമിച്ച് ഇരുവരും ഒടുവിൽ മരണത്തിൽ ഒരുമിച്ചപ്പോൾ തനിച്ചായത് 2 കുഞ്ഞുങ്ങളാണ്. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും കരുതലിലും സംരക്ഷണയിലുമാകും തൽക്കാലം ഈ കുഞ്ഞുങ്ങളുടെ ജീവിതം. അമേരിക്കയിലെ ടെക്സസിൽ 5 വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 4 ഇന്ത്യക്കാർ മരിച്ചു. കാർപൂളിംഗ് ആപ്പ് വഴി വാഹനം ക്രമീകരിച്ച ശേഷം അർക്കൻസിസിലെ ബെൻഡൻവില്ലയിലേക്കുള്ള യാത്രാമധ്യേയാണ് അപകടമുണ്ടായത്. വാഹനം കൂട്ടിയിടിച്ചതിനെ തുടർന്ന് ഇവർ സഞ്ചരിച്ചിരുന്ന SUV-യിൽ തീപിടുത്തമുണ്ടായി. ഇവരുടെ മൃതദേഹം തിരിച്ചറിയുന്നതിനായി DNA പരിശോധന നടത്തും. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിമയായ ഗുജറാത്തിലെ സർദാർ വല്ലഭായ് പട്ടേൽ പ്രതിമയുടെ നിർമ്മാണത്തിൽ ബ്രിട്ടനും ധനസഹായം നൽകിയെന്ന് അവകാശപ്പെട്ട് പ്രമുഖ ഇംഗ്ലീഷ് ദിനപത്രമായ ഡെയിലി എക്സ്പ്രസ് അമേരിക്കയിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഇരട്ടി ഉയരമുള്ള പ്രതിമ 3000 കോടി രൂപയിലധികം ചെലവഴിച്ച് നിർമ്മിക്കുന്നതിനെതിരെ അന്ന് കടുത്ത വിമർശനവും ഉയർന്നിരുന്നെന്നും പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. നർമ്മദ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രതിമ ഇപ്പോൾ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയെന്നും റിപ്പോർട്ടുണ്ട്. ബ്രിട്ടൻ ഇന്ത്യക്ക് 320 മില്യൺ പൗണ്ടിനടുത്ത് ധനസഹായം നൽകിയ 2012 പ്രതിമയുടെ നിർമ്മാണം തുടങ്ങിയതെന്നാണ് എക്സ്പ്രസ് അവകാശപ്പെടുന്നത്. 56 മാസങ്ങളോളം അതിന് നിർമ്മാണം തുടർന്നുവെന്നും പറയുന്നു. ബ്രിട്ടൻ പ്രതിമാ നിർമ്മാണത്തിൽ നേരിട്ട് പങ്കാളിയായിട്ടുണ്ടാകില്ലെങ്കിലും ധനസഹായമായി നൽകിയ 3000 കോടി രൂപയിൽ ഒരു ഭാഗം ഈ പ്രതിമയുടെ നിർമ്മാണത്തിനായി ചെലവഴിച്ചിരിക്കാം എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പെൻഷൻകാർക്ക് നൽകി പോന്നിരുന്ന ശീതകാല ഇന്ധന അലവൻസ് വെട്ടിക്കുറച്ചത് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി ലേബർ MP-മാർ ഒപ്പുവെച്ച സാഹചര്യത്തിൽ പാർട്ടിക്കുള്ളിൽ അസാരസ്യം വർദ്ധിക്കുന്നതിനാൽ പാവപ്പെട്ട പെൻഷൻകാർക്കൊഴികെ മറ്റെല്ലാവർക്കും ശീതകാല ഇന്ധന അലവൻസ് വെട്ടിക്കുറയ്ക്കണമോ എന്ന കാര്യത്തിൽ വോട്ടെടുപ്പ് നടക്കുമെന്ന് ലേബർ സർക്കാർ സ്ഥിരീകരിച്ചു. ഇക്കാര്യത്തിൽ വോട്ടെടുപ്പ് ഉണ്ടാകില്ലെന്ന് ലേബർ നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ അതിൽ നിന്ന് U-turn അടിച്ചിരിക്കുകയാണ്. 10 മില്യൺ പെൻഷനേഴ്സിന്റെ ആനുകൂല്യം വെട്ടിക്കുറയ്ക്കുന്നതോടെ തങ്ങളുടെ മാസച്ചിലവുകൾ വെട്ടിച്ചുരുക്കുന്നതിന്റെ ഭാഗമായി ഇലക്ട്രിസിറ്റി ഗ്യാസ് ഉപയോഗം കുറയ്ക്കുന്നതോടെ വീടുകളിൽ അനുഭവപ്പെടുന്ന തണുപ്പ് മൂലം പക്ഷാഘാതം, ഹൃദയാഘാതം, ഹൈപ്പോതെർമിയ, ന്യൂമോണിയ തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമാകാമെന്ന് MP-മാർ ഭയപ്പെടുന്നു. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.